പാക് എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാക് മാധ്യമങ്ങൾ. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് ആക്രമിച്ചതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങളെന്ന റിപ്പോർട്ടുകളുണ്ട്. പാക് വ്യോമപാത പൂർണ്ണമായും അടച്ചു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി അഫ്സാന ചേരുന്നുണ്ട്. അഫ്സാന, തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ. അതിർത്തിയിൽ 4 മണിക്കൂറുകളുമായി ഷെല്ലാക്രമണം നടക്കുന്നു. റോസ്പൂരിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാക് ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. വിവരങ്ങൾ എങ്ങനെയാണ് അഫ്സാന? ദിവസമായി തുടരുന്ന ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ഒരു അയവില്ലാതെയാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്നത്. ഇന്നലെ 4 അതിർത്തി സംസ്ഥാനങ്ങളിലായി 26 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. അതായത് ബാരാമുള്ള, നാഗരോട്ട, ജമ്മു, ഫിറോസ്പൂർ, പത്താൻകോട്ട്, ഫസിലിക്ക, പൂഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇന്ത്യ ഇതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിയത്. എന്നാൽ ഇപ്പോഴും നിലവിൽ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാക് സൈന്യം വെടിവെപ്പ് തുടരുകയാണ്. ഇതിനിടെ ഫിറോസ്പൂരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും നിലവിൽ 4 മണിക്കൂറിലധികമായി രജൌരിയിൽ ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം വളരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് പലയിടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഈ ശ്രീനഗറിലുള്ള പല സ്ഥലങ്ങളിലും, അതായത് രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിലായ 4 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. അത് ജനവാസ മേഖലയിലടക്കമാണ് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഉധംപൂരിൽ ജമ്മുവിലടക്കം വൻ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ജമ്മുവിൽ അപായ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ഫോടന ശബ്ദങ്ങൾ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപായ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ, അതായത് 4 മണിക്കൂറിലധികമായാണ് ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. രജൌരിയിലടക്കം ജമ്മു വിമാനത്താവളത്തിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതെന്നാൽ സ്ഥിരീകരിച്ചിട്ടില്ല. പഞ്ചാബ്, അമൃത്സർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പാക് ഡ്രോണുകൾ ഇന്ത്യ സൈന്യം വെടിവെച്ചിട്ടുണ്ട്. ജമ്മു മേഖലയിലടക്കം പല അതിർത്തി മേഖലയിലും ഇപ്പോൾ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും വെളിച്ചമണച്ചുമാണ് ജനങ്ങൾ കഴിയുന്നത്. അമൃത്സറിലടക്കം, അതായത് ജമ്മുവിലും അമൃത്സറിലടക്കം, പഞ്ചാബിലെ അമൃത്സറിലടക്കം പാക് സ്ഫോടക ശബ്ദങ്ങൾ പുലർച്ചെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപായ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് വീടിൻ്റെ പുറത്തിറങ്ങരുതെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ജമ്മുവിലാണ് നിലയ്ക്കാത്ത സ്ഫോടക ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മു വിമാനത്താവളത്തിന് നേരെയും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളായ ചണ്ഡീഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ആക്രമണങ്ങൾ കൂടുതലായി നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിലാണ് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ശ്രീനഗറിലും പഞ്ചാബിലും അമൃത്സറിലും രാവിലെയും തുടർച്ചയായ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമ്മുവിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജമ്മുവിലാണ് കനത്ത ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നതായി ജനങ്ങൾ അറിയിക്കുന്നുണ്ട്. അപായ സൈറൻ ഇപ്പോഴും അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ജലന്ധറിലടക്കം പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരുക തന്നെയാണ്. പുറത്തിറങ്ങരുത് ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. അതിനിടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാത്രി വൈകി വിദേശകാര്യമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും
പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയടക്കം നടത്തിയിരുന്നു. മാത്രമല്ല ഇന്ന് സൈന്യം ഒരു വാർത്താ സമ്മേളനം നടത്താൻ കുറച്ച് നേരത്തെ വാർത്താ സമ്മേളനം നടത്താനിരുന്നു. ഇത് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റുകയായിരുന്നു. പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിയിലേക്ക് ആണ് മാറ്റിയിരിക്കുന്നത്. അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ സൈനിക മേധാവികൾ അതിർത്തിയിലെ സാഹചര്യം ഏകോപിപ്പിക്കുകയാണ്. ഈ പ്രത്യാക്രമണങ്ങളും പ്രതിരോധവും പരിശോധിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഇനി വാർത്താ സമ്മേളനം നടക്കുക. ഇപ്പോഴും അതിർത്തിയിൽ രജൌരിയിൽ കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ്. അതായത് 4 മണിക്കൂറിലധികമായാണ് ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജലന്ധർ, പൂഞ്ച്, സാംബ എന്നിവിടങ്ങളിലടക്കം ആക്രമണം നടക്കുന്നുണ്ട്. പൂഞ്ചിലും കനത്ത ഷെല്ലിംഗ് ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഷെല്ലിംഗ് ആക്രമണം നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. മാത്രമല്ല സാംബയിലടക്കം പാക് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിട്ടുണ്ട്. അഗ്നൂറിലും ശ്രീനഗറിലും അടക്കമാണ് ഈ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാജ്യമാകെ ജാഗ്രതയിലാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ആളുകളെ ഒഴിപ്പിക്കുന്നതും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുന്നതും ജനങ്ങളോട് പുറത്തിറങ്ങുന്ന കർശന നിർദ്ദേശം നൽകുന്നതും. ബൃന്ദ, തീർച്ചയായിട്ടും രജൌരിയിൽ ഷെല്ലാക്രമണം തുടരുകയാണ്. അതിനിടയിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചത് രാജ്കുമാർ ധാപ്പയാണ്. രജൌരിയിൽ കനത്ത ഷെല്ലാക്രമണം തുടരുന്നതിനിടയിൽ വീടിന് മുകളിൽ ഷെൽ പതിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. വലിയ രീതിയിൽ തിരിച്ചടിക്കുകയാണ് സൈന്യം. ഈ രജൌരിയിലെ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതോടൊപ്പം അഫ്സാന തുടരുന്നുണ്ട്. അഫ്സാന, നിലവിൽ ഇന്ത്യയിൽ 32 വിമാനത്താവളങ്ങളാണ്, രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. ഈ മാസം 12 വരെയാണ് അടച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷ കണക്കിലെടുത്താണ് ഈ വിമാനത്താവളങ്ങൾ അടക്കം തന്നെ അടച്ചുപൂട്ടുന്നത്. അതേ വൃന്ദ, രാജ്യം കനത്ത ജാഗ്രതയിലാണ്. ശ്രീനഗർ വിമാനത്താവളത്തിലും ജമ്മു വിമാനത്താവളത്തിലും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്, അതായത് ഇന്നലെയും ജമ്മു വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ ആക്രമണം ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്നലെ 27 വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. ഇന്ന് 32 വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. മെയ് 14 വരെയാണ് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതയിലാണ് രാജ്യം. ഈ ഒരു സൈനിക നടപടി, അതായത് ഇനി തുടർ നടപടി വിശദീകരിക്കാൻ കൂടി സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പായിരുന്നു വാർത്താ സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു. അതായത് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമാണ് മാറ്റിവെച്ചത്. അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ സൈനിക മേധാവികൾ അതിർത്തിയിലെ സാഹചര്യം ഏകോപിപ്പിക്കുകയാണ്. ഈ പ്രത്യാക്രമണങ്ങളും പ്രതിരോധം പരിശോധിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഇനി വാർത്താ സമ്മേളനം നടക്കുക. ഇനി സൈനിക നടപടി എന്താണെന്ന് അറിയിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ, അതായത് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ വീടിന് മുകളിൽ പതിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളാണ്, ഗുരുതരാവസ്ഥയിൽ തുടർന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യം കനത്ത ജാഗ്രതയിലാണ്. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെയെല്ലാം ശക്തമായി തന്നെയാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാം ദിവസവും ഇന്ത്യക്ക് നേരെ ആക്രമണം തുടരുകയാണ്. അതിർത്തിയിൽ 4 മണിക്കൂറോളമായി ഷെല്ലാക്രമണം നടക്കുന്നു. ഫിറോസ്പൂരിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പാക് ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. കനത്ത പ്രത്യാക്രമണവുമായി ഇന്ത്യ 3 പാക് വ്യോമ താവളങ്ങൾ ആക്രമിച്ചു. 8 പാക് നഗരങ്ങളിൽ ഉഗ്ര സ്ഫോടനം. ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ കറാച്ചി തീരത്തേക്ക് യുദ്ധക്കപ്പലുകൾ അടക്കം തന്നെ എത്തുന്നുണ്ട്. കനത്ത പ്രത്യാക്രമണം തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. 8 പാക് നഗരങ്ങളിലാണ് ഉഗ്ര സ്ഫോടനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫിറോസ്പൂരിൽ നിന്ന് ഉണ്ടായ ഡ്രോണാക്രമണത്തിൽ ഒരു സ്ത്രീക്കടക്കം പരിക്കേറ്റിരിക്കുന്നു. അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ്. ജാഗ്രത ശക്തമായി തുടരുന്നു. അഫ്സാന തുടരുന്നുണ്ട്. അഫ്സാന, ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ.
എന്തെന്നാൽ നമ്മുടെ ആക്രമണത്തിൽ, പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അതായത് ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. രാജ്കുമാർ കാപ്പ എന്ന ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ചിരിക്കുന്നത്. രാവിലെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണം, അതായത് ഫിറോസ്പൂരിൽ ഡ്രോൺ വീടിന് മുകളിൽ പതിച്ച് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടർന്ന ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ചിരിക്കുന്നത്. രാജ്കുമാർ കാപ്പയാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യം ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി തുടരുന്ന ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രജൌരിയിലടക്കം കനത്ത ഷെല്ലിംഗ് ആക്രമണമാണ്. 4 മണിക്കൂറിലധികമായി ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതിന് ശക്തമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സൈന്യം വാർത്താ സമ്മേളനം നടത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടർന്ന് സൈന്യത്തിൻ്റെ തുടർ നടപടികളെ കുറിച്ച് സൈന്യം വിശദീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പുലർച്ചെയാണ് വാർത്താ സമ്മേളനം നടത്താനിരുന്നത്. എങ്കിൽ ഈ ആക്രമണം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്. എങ്കിൽ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ, പ്രധാനമായും അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. പല ഇടങ്ങളിലും ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ജമ്മുവിലടക്കം കനത്ത സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി ജനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപായ സൈറൻ അവിടെ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്നലെ 26 സ്ഥലങ്ങളിലാണ്, 26 ഇടങ്ങളിൽ, 4 അതിർത്തി സംസ്ഥാനങ്ങളിലായി 26 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. അതിർത്തിക്കപ്പുറത്ത് നിന്നും ഇപ്പോഴും പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് തുടരുകയാണ്. ഇന്നലെ നടത്തിയ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഫിറോസ്പൂർ ജനവാസ മേഖലയിൽ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. ജമ്മു സർക്കാർ ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. രാജ്കുമാർ കാപ്പയാണ് മരിച്ചത്. ഇനി ഒരു കുടുംബത്തിലെ 3 പേർക്കായിരുന്നു പരിക്കേറ്റത്. ഇതിൽ 2 പേർക്ക് ഇപ്പോഴും ഇവരുടെ അവസ്ഥയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. മാത്രമല്ല, പാകിസ്ഥാൻ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൃന്ദ, ഇപ്പോൾ ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഫിറോസ്പൂരിൽ മരിച്ച ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥനെ കുറിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഉദ്യോഗസ്ഥനാണ് രജൌരിയിലെ ആക്രമണത്തിൽ മരിച്ചത്. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നതെന്നാണ് ഒമർ അബ്ദുള്ള അറിയിക്കുന്നത്. ഒമർ അബ്ദുള്ളയാണ് ഇപ്പോൾ എക്സിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ദുഃഖകരമായ വാർത്ത തന്നെയാണ് നടക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നിന്നുള്ള ദുഃഖകരമായ വാർത്ത. ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു സമർപ്പിത ഉദ്യോഗസ്ഥനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്നലെ അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയോടൊപ്പം ജില്ലയിൽ ചുറ്റി സഞ്ചരിച്ചിരുന്നു. ഞാൻ അധ്യക്ഷത വഹിച്ച ഓൺലൈൻ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇന്ന് ആ ഉദ്യോഗസ്ഥന്റെ വസതിയിൽ പാക് ഷെല്ലാക്രമണം ഉണ്ടായി. അവർ രജൌരി പട്ടണം ലക്ഷ്യമാക്കി നമ്മുടെ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ ശ്രീ രാജ്കുമാർ താപ്പയെ കൊലപ്പെടുത്തി. ഈ ഭയാനകമായ മരണത്തിൽ എൻ്റെ ഞെട്ടലും ദുഃഖവും പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് ഒമർ അബ്ദുള്ള എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ജമ്മുവിലെ സർക്കാരിലെ ഉദ്യോഗസ്ഥനായ കാപ്പയാണ്. അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: രജൌരിയിൽ നിന്നുള്ള ദുഃഖകരമായ വാർത്ത. ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു സമർപ്പിത ഉദ്യോഗസ്ഥനെ നമുക്ക് നഷ്ടപ്പെട്ടു.
ഇന്നലെ അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയോടൊപ്പം ജില്ലയെ ചുറ്റി സഞ്ചരിച്ചിരുന്നു. ഞാൻ അധ്യക്ഷത വഹിച്ച ഓൺലൈൻ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുത്തു. ഇന്ന് ആ ഉദ്യോഗസ്ഥന്റെ വസതിയിൽ പാക് ഷെല്ലാക്രമണം ഉണ്ടായി. അവർ രജൌരി പട്ടണം ലക്ഷ്യമാക്കി നമ്മുടെ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ ശ്രീ രാജ്കുമാർ താപ്പെ കൊല്ലപ്പെടുത്തി. ഈ ഭയാനകമായ മരണത്തിൽ എൻ്റെ ഞെട്ടലും ദുഃഖവും പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർക്കായിരുന്നു പരിക്കേറ്റത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ. അതിൽ ഗുരുതരമായി ആരോഗ്യനില തുടർന്ന ജമ്മുകശ്മീരിലെ സർക്കാർ ഉദ്യോഗസ്ഥൻ രാജ്കുമാർ താപ്പയാണ് മരിച്ച വിവരം നമുക്ക് പുറത്തു വരുന്നത്. ഇതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റവരുടെ നില സംബന്ധിച്ച് ഇപ്പോൾ വിവരം ലഭ്യമല്ല. വൃന്ദ, ഫിറോസ്പൂരിലെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. തുടരുന്ന പാക് പ്രകോപനത്തിലാണ് ശ്രീനഗറിൽ പുലർച്ചെ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ. അതിർത്തിയിലെ ആക്രമണം ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ. ഇതിൽ ശക്തമായി തന്നെ തിരിച്ചടി നൽകുന്നു ഇന്ത്യ. അമൃത്സറിൽ വീണ്ടും ആക്രമണം. അതിർത്തിയിൽ കനത്ത ഷെല്ലിംഗ് തുടരുകയാണ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജമ്മു ജനവാസ മേഖലയിൽ വീട് തകർന്നു. അതോടൊപ്പം തന്നെ ജമ്മു വിമാനത്താവളത്തിലടക്കം തന്നെ പാക് ആക്രമണം ശക്തമാക്കുകയാണ്. ആക്രമണ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി. അതിർത്തിയിൽ ജാഗ്രത ശക്തം. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ തിരിച്ചടി നൽകുന്നു ഇന്ത്യ.